സ്വിറ്റ്സർലൻഡിലെ ക്ലോസ്റ്റർ ഐൻസീൽഡിലാണ്. നമ്മളോടൊപ്പം ആയിരിക്കുന്ന സീറോ മലബാർ സഭയുടെ അപ്പോസ്റ്റോലിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് പിതാവാണ്. സീറോ മലബാർ സമൂഹം ഒത്തൊരുമയോടെ വലിയ സ്നേഹത്തോടെ വലിയ പിതാവിൻ്റെ നേതൃത്വത്തിലും ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഗാദറിങ്സൊക്കെ ഇപ്പം ജർമ്മനിയിൽ നടക്കുന്നു, ഓസ്ട്രിയയിൽ നടക്കുന്നു, അയർലൻഡിൽ നടക്കുന്നു. ഇതൊക്കെ കൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ സീറോ മലബാർ സമൂഹം സഭ ഇങ്ങനെയുള്ള ഗാദറിംഗ് കൊണ്ട് ആഗ്രഹിക്കുന്നത്? സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള കൂടിവരവുകളാണ് സഭയുടെ ഹൃദയം. അതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുക. നമ്മുടെ കൂട്ടായ്മ, അതിൽ പ്രാർത്ഥനയുണ്ട്, അതിൽ അപ്പമുറിക്കലുണ്ട്, അതിൽ പ്രബോധനമുണ്ട്, അതെല്ലാം ചേർന്ന് വരുന്നതാണ്. ഇപ്പം ഈ കൂട്ടായ്മ ഞാൻ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുമ്പോൾ കൂട്ടായ്മകൾക്ക് ശക്തി കിട്ടും. അതാണ് നമ്മൾ വലിയ പിതാവ് പറഞ്ഞ പോലെ. അതെ. നമ്മുടെ കേരളത്തിൽ വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ പള്ളികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ നാമത്തിലാണ്. ഇപ്പൊ പരിശുദ്ധ അമ്മയുടെ നാമത്തിലാണ് നമ്മൾ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ അമ്മയുടെ നേതൃത്വത്തിലാണ് നമ്മൾ കൂടിയിരുന്നത്. ആ അമ്മയുടെ നേതൃത്വത്തിലാണ് അപ്പസ്തോലന്മാരും ആദിമസഭയിൽ കൂടിയിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ വലിയൊരു ആഗ്രഹം. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിപ്പോ നോക്കില്, അയർലൻഡില് അവിടെ 8,000-ഓളം പേര് വന്നു. ഇപ്പോൾ നമ്മുടെ ഓസ്ട്രിയയില് നമ്മൾ തുടങ്ങുന്നുണ്ട്, മരിയാസെല്ലില്, പിന്നെ കേവലാറും അൾട്വിറ്റിങ്ങും ജർമ്മനിയിൽ, പിന്നെ ഇപ്പം ഇവിടെ നമ്മൾ ഐൻഷീഡിൽ നമ്മൾ മാതാവിലേക്ക്, എൻ്റെ ഒരു ചിന്ത ഇതാണ്, മാതാവിലേക്കുള്ള ദൂരം കുറയുമ്പോൾ സ്വർഗത്തിലേക്കുള്ള ദൂരം കുറയുന്നു എന്ന് ഉള്ളൊരു വിശ്വാസവും അതനുസരിച്ച് ഞാൻ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ആളാണ്. അപ്പം അത് ജനത്തെ കൊണ്ടും അങ്ങനെ ജീവിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് ഇതിൻ്റെ പിറകിലുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രേരക ശക്തി. അപ്പം മാതാവ് കൂട്ടിപ്പിടിക്കും എല്ലാവരെയും. അങ്ങനെയുള്ള മാതാവിൻ്റെ മേലങ്കിക്കുള്ളിൽ, നീല മേലങ്കിക്കുള്ളിൽ ഒത്തുകൂടുന്ന മക്കളായിട്ട് എല്ലാ നാട്ടിലും ഞാൻ 23 രാജ്യങ്ങളിൽ ഞാൻ പോകുന്നുണ്ട് ശുശ്രൂഷക്കായിട്ട്. യൂറോപ്പിലെ സീറോ മലബാർ സമൂഹങ്ങളാണ് യൂറോപ്പിലുള്ളത്. 175 സമൂഹങ്ങള് നമുക്ക് യൂറോപ്പിലുണ്ട്. 23 രാജ്യങ്ങളിലായിട്ട് പടർന്നു കിടക്കുന്നു. 102 അച്ഛന്മാരാണ് ഇവർക്ക് ശുശ്രൂഷ കൊടുക്കുന്നത്. അപ്പൊ മാതാവ് അങ്ങോട്ട് കൂട്ടിച്ചേർക്കുമെന്നുള്ളൊരു വിശ്വാസമാണ് ഉണ്ട്. മാതാവിന്റെ നീല മേലങ്കിക്കുള്ളിൽ നമ്മെ പൊതിഞ്ഞ് കാത്തു സൂക്ഷിക്കും. അപ്പൊ അതിനൊരു ശക്തി കിട്ടും. ഇപ്പൊ മാതാവ് തന്നെ ഇതിനെ വളർത്തും എന്നുള്ളൊരു വിശ്വാസമാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കൊണ്ടുവരാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പിതാവിയുടെ വന്നപ്പോൾ പ്രസംഗം പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. അതായത് കുരിക്കഴിക്കുന്ന മാതാവിന്റെ അതെടുത്താണ് പിതാവ് ഒന്ന് സന്ദേശം പറഞ്ഞ്. പിതാവ് ഈ സീറോ മലബാർ സമൂഹത്തെ, യൂറോപ്പിലെ സമൂഹത്തെ മാതാവിന് തൃക്കരങ്ങളിൽ സമർപ്പിച്ചിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും. എനിക്ക് അതല്ലാതെ വേറൊരു മാർഗമില്ല. കാരണം എൻ്റെ അടുത്ത് വരുന്ന മക്കളും എന്നോട് ചോദിക്കുക, പലർക്കും പല ക്യാൻസർ, മൾട്ടിപ്പിൾ ക്ലോസിസ്, എത്രയോ അസുഖങ്ങൾ, പിന്നെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ജോലിയില്ലായ്മയുടെ, ഇങ്ങനെ വ്യത്യസ്തമായ കുരുക്കുകളിൽ ജീവിക്കുന്ന മനുഷ്യരല്ലേ. ആ കുരുക്കൊക്കെ അഴിക്കാനായിട്ട് മാതാവിന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ നടക്കുമ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള കുരുക്കുകളുണ്ട്. അത് എക്ലേഷ്യാസ്റ്റിക്കലാകാം, അല്ലെങ്കിൽ സിവിൽ പരമായിട്ടതാകാം. ആ കുരുക്കുകൾ അഴിക്കുന്നതും ഞാനൊക്കെ എല്ലാ കുരുക്കുകളും കൊണ്ട് മാതാവിന് കൊടുക്കും. മാതാവ് അതൊക്കെ ശരിയാക്കി എനിക്ക് തരും എന്നുള്ള വിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. കേട്ടോ. താങ്ക് യു പിതാവേ. ഇത്രയും സമയം ചാനലിന്, ഗുഡ്നസ് ചാനലിന് വേണ്ടി തന്നതിന് ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു ഓൾ. കേട്ടോ, എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഐൻഷീഡിലിന് അമ്മ, അത് ബ്ലാക്ക് മദൊണ്ണ എന്നാണ് പറയുക. നിങ്ങൾ അടിച്ചു കൊടുത്താൽ കിട്ടും. അപ്പോൾ ആ അമ്മയുടെ വലിയ അനുഗ്രഹത്തിന്റെ കീഴിൽ നിങ്ങൾക്ക് എന്നും ആയിരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.